നിസ്മ നിസ്മ വാ നിസ്മ നമുക്ക് നന്ദി പോവാ വാ 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 എണീക്ക് വാ നിസ്മ എണീക്ക് നിസ്മ പോവാ നിസ്മ നന്ദി പോവാന്ന് എണീക്ക് നിസ്മ നിസ്മ എണീറ്റ് ഗൈസ് അവൾ ഇന്നലെ റെഡി ആവാൻ വേണ്ടി നേരെ എണീറ്റ് പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണേ. ഓക്കെ ഇങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് ഗൈസ് നമുക്കിന്ന് നന്ദി പോയാലും. യെസ്, ദിസ് വീക്കെൻഡ് ഞങ്ങൾ ആക്ച്വലി നന്ദി ഹിൽസില് സ്കൂട്ടറിന് പോകാൻ ഇരിക്കണായിരുന്നു. അപ്പോഴാണ് എനിക്ക് മുടിഞ്ഞ പനി പിടിച്ച് കിടപ്പിലായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് മലയാളീസ് ബാംഗ്ലൂരിന്റെ റീല് കാണുന്നത്. നമ്മുടെ കിടുക്കാച്ചി കൊമ്പൻ ബസ്സും മലയാളീസ് ബാംഗ്ലൂരും കൂടെ കൊളാബ് ചെയ്ത് കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ടു ഞങ്ങൾ താമസിക്കുന്ന മടിവാളാണ് പിക്കപ്പ്. സോ യെസ്, ഞങ്ങൾ അപ്പൊ തന്നെ റീൽ കണ്ടു, നേരെ ഫോൺ ചെയ്തു, സ്ലോട്ട് തന്നെ നടന്നപ്പോ തന്നെ ബുക്ക് ചെയ്തു. സോ ഇപ്പൊ മണി ആക്ച്വലി 1:30 ഞാൻ നിസ്മേനെ പൊക്കി എണീപ്പിച്ചു, റെഡി ആക്കാൻ വിട്ടിട്ടുണ്ട്. സുഖ നമുക്ക് റെഡി ആയിട്ട് തണുപ്പായതുകൊണ്ട് ഏത് ഔട്ട്ഫിറ്റ് ഇടണം കൺഫ്യൂഷനിൽ ലാസ്റ്റ് ഒരെണ്ണത്തിൽ ഉറപ്പിച്ച് റെഡിയായി. പിന്നെ തണുപ്പിന് വേണ്ടി സ്വെറ്ററും മഫ്ലറും ഒക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോഴാണ് എനിക്ക് ഒരു കട്ടൻ ചായ കുടിച്ചാലോ എന്നുള്ളൊരു മോഹം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി തഞ്ഞൂരിൽ പോയി. അവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയി കൊമ്പൻസിന്റെ ഓഫീസിലേക്ക്. ഫസ്റ്റ് ടൈം ഇൻ ബാംഗ്ലൂർ ഒന്നും അല്ലായിരുന്നു, ഇത് സെക്കൻഡ് ബാച്ച് ആയിരുന്നു ഇവരുടെ. അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സിനെ കൂടെ കിടുക്കാച്ചി കൊമ്പൻ ബസ്സിൽ കയറി ഞങ്ങൾ വൈബ് അടിച്ച് നന്ദിയിലേക്ക് വിട്ടു. ഇൻട്രൊഡ്യൂസിംഗ് നബി. ഇവനെ ഇടയ്ക്കിടെ വന്ന് വീഡിയോ ബോംബിങ് ചെയ്യുന്നത് കാണാം. ലാസ്റ്റ് അവൻ അങ്ങനെ എന്റെ വ്ളോഗർ അസിസ്റ്റന്റ് ആക്കേണ്ടി വന്നു. ബാക്ക് ടു ദ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ അടിച്ചു പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ നന്ദിയുടെ താഴ്വാരത്തിൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവര് നല്ല ചൂടുള്ള ഹണി ടീ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹണി ടീ കുടിക്കുകയാണ്. ഐ തിങ്ക് ടീനേക്കാളും കൂടുതൽ ഹണിയാണ്. അങ്ങനെ എസ്തപ്പൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ ഞങ്ങൾ പ്രിപ്പയർ ആയി. എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എൻട്രൻസ് ആണ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ നോർമലി സാധാരണ സോ നമ്മൾ മാക്സിമം 10 മെമ്പേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഓഫീസിൽ പോകുന്നത് ഡ്രസ്സിലാണ് പോകുന്നത്. ഏതിലാന്ന് പറയുന്നത് പറയേണ്ടത്. ഓക്കെ, ഇതിപ്പോ എന്റെ വ്ളോഗ് മാറി, എന്റെ വ്ളോഗ് മാറി അവന്റെ വ്ളോഗ്. റെഡി. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ചാനലിന്റെ പേര് പറഞ്ഞു. സെറീൻ റോയ്. സെറീൻ റോയിന്റെ ചാനൽ ഈ പറഞ്ഞ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. അതെ, താങ്ക്സ്. പവർ ആക്കട്ടെ. കമൺ എവരിബഡി. കോട കോട എവരിവെയർ. ഫുൾ ഓഫ് മഞ്ഞ് എവരിവെയർ ഗൈസ്. മഞ്ഞിങ്ങനെ മഞ്ഞർ ഇതാണ്. ആരാ വ്ളോഗർന്ന് ഞാൻ എനിക്ക് സംശയം. നബീൽ, ഇൻട്രൊഡ്യൂസിങ് നബീൽ, മൈ അസിസ്റ്റന്റ് വ്ളോഗർ. ഇൻട്രൊഡ്യൂസിങ് അലീന, ഞങ്ങളുടെ ട്രിപ്പിന്റെ ഫീമെയിൽ കോർഡിനേറ്റർ. Hello guys, how are you?
ശരിയാണോ? അല്ലാതെ മലയാളത്തിൽ മതിയാ. അത് പറഞ്ഞു. ഇത് സൂയിസൈഡ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. നിങ്ങപ്പോ ഇവനെ ഞാൻ ഓ പട്ടിക്ക് വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടു. ഫുഡ് നമുക്ക് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടുത്തെ വ്യൂ കാണി നമ്മളിവിടെ വന്ന എല്ലാവരും റീൽസ് ഇത് കണ്ടിട്ടുണ്ട്. എന്താ കിട്ടും പറഞ്ഞു, എന്താ പറയണ്ടേ പറഞ്ഞോ. എന്താ വ്ളോഗ്? എന്താ പേര്? എന്റെ പേര് തന്നെ സെറീൻ റോയ്. ആ യൂട്യൂബ്. താങ്ക്സ്. ക്യാമറ പിടിച്ചെടുക്കണായിട്ട് നിന്ന എത്രണ്ണത്തിന് കൊടുക്കുന്നിപ്പ? തട്ടിപ്പറി എന്നാ ഇതും കൂടെ. ഓ ഗൈസോ ഞങ്ങള് നന്ദി ഹിൽസ് കണ്ട് കറങ്ങി. ഇവിടെ ഫുൾ മഞ്ഞാണ്. ഞാനത് പറഞ്ഞു തീർക്കട്ടെ. എന്റെ അസിസ്റ്റന്റ് കയറി അസിസ്റ്റന്റ് വയറിയ സമയം. അസിസ്റ്റന്റ് അല്ല, ടുഡേ ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് ദ വ്ളോഗ്. ഇന്നത്തെ പ്രസന്റർ ഞാനാണ്. ഓക്കെ, ഞാൻ സ്ക്രീനിൽ ഔട്ടായി ഗൈസ്. അപ്പൊ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 750 രൂപ എടുത്തിട്ട് കോട കണ്ടു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരാളെ കെട്ടിപ്പിടിച്ചപ്പോ കുറച്ച് തണുപ്പ് പോയി ബിക്കോസ് ഓഫ് ദ ബോഡി ഹീറ്റ്. ചിലവർക്ക് ആശ്വാസം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നല്ല ചൂട് തോന്നി. പിന്നെ ഞങ്ങള് വരങ്ങനെ ചായ കുടിക്കാൻ പഠിപ്പിച്ചു. സോ ഗൈസ്, ഞങ്ങള് നന്ദി ഹിൽസ് കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഫുൾ കോടയായിരുന്നു. ഞങ്ങൾക്ക് ഒട്ടും ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലൗഡ് ബെഡോ ഒന്നും കാണാൻ പറ്റിയില്ല. ഇപ്പം മണി 9:30 സ്റ്റിൽ താഴെ എന്താണ് താഴത്തെ സിറ്റീസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ കോട മൂടിയേക്കുക. ഇപ്പം ഇവിടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം ഫുൾ കോടയാ. ജസ്റ്റ് ക്ലിയറായി വരുന്നേ ഉള്ളൂ. വെയിലൊന്നും തട്ടിയിട്ടില്ല ഇവിടെ തറ. ആ അവസ്ഥയാണ്. ഞങ്ങൾ റിട്ടേൺ പോവുക. ഫുഡൊക്കെ അടിച്ചു റിട്ടേൺ പോവാ. ഷോഫർ അടിപൊളി. റിട്ടേൺ ജേണി. ഇത്രയും നേരം തണുപ്പ് കാരണം സഹിക്കാൻ പറ്റാതെ പൊതിച്ചു മൂടി നടന്നിരുന്ന ഞാനാ. ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം അഴിച്ചു പിറക്കി കളഞ്ഞു. ഇപ്പം പക്ഷെ ഓക്കെ ആയി. സഹിക്കാൻ പറ്റുന്ന തണുപ്പേ. അതുകൊണ്ട് എല്ലാം ഊരിക്കളഞ്ഞു. കോട എവരി പേർ. ഫുൾ കോട എല്ലായിടത്തും.
റോസ്റ്റിൻ ചേച്ചി ബാക്കിൽ കോടയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കണേ. പറയൂ ചേട്ടാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്ദി ഹിൽസ് എങ്ങനെയുണ്ട്? നന്ദി ഹിൽസ് അടിപൊളിയാ. കോട പറ്റിച്ച്, ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ല. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ല. പക്ഷെ കോട അടിപൊളിയായിരുന്നു. നല്ല ഊട്ടി പോയ ഫീൽ ആയിരുന്നു. പിള്ളേരെങ്ങനെ ഉണ്ടായി പറ. പിള്ളേരുടെ അടിപൊളി, എല്ലാരും വൈബ്. ഞാനാണ് ബ്ലോഗറെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഓ എന്റെ പൊന്നെ എന്നെ നാട്ടിച്ച്. ഞാൻ പോട്ടെ. ഞങ്ങള് തിരിച്ചു പോവാണ്. ഈ അടുത്ത വീട്ടില് കാണാൻ പറ്റുമെങ്കിൽ കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ 50ഓളം സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് ലാസ്റ്റ് 12:30 ആയപ്പോ തിരിച്ച് മടിവാളയിലെത്തി. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബീച്ചുകളിലേക്ക് മടങ്ങി. സോ വി ആർ ബാക്ക് ആഫ്റ്റർ 11 hours. അപ്പൊ ഇനി ഞാൻ ഇങ്ങനത്തെ വ്ളോഗുകളിൽ അടുത്ത ട്രിപ്പ് ഉണ്ടാവോ ഇല്ലയെന്ന് ഇതിന്റെ വ്യൂസ് അനുസരിച്ചിട്ട് ഉണ്ടാവണം. അപ്പൊ എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോ നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ വിജയം. അപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ വീണ്ടും ഇവർക്ക് കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിട്ട് ഇനിയും എന്നെ അപ്പോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനും ചെയ്തിട്ടില്ല, ഞാനും ചെയ്യാം. ശരി.